കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു മൂന്നാം ഊഴം ലക്ഷ്യമിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് സമാപിച്ച CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിശ വ്യക്തമാക്കുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന പ്രഖ്യാപനം ഇടത് ക്യാമ്പുകളിൽ പുതിയ ആവേശമാണ് പകരുന്നത്. തിരഞ്ഞെടുപ്പിനെ ആര് നയിക്കുമെന്ന മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ചോദ്യങ്ങൾക്ക് അദ്ദേഹം കൃത്യമായ മറുപടിയും നൽകി. ഇടതുപക്ഷ മുന്നണിയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് പിണറായി വിജയൻ തന്നെയാണെന്നും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാകും LDF ജനവിധി തേടുകയെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടികൾക്ക് ശേഷം നേതൃത്വ മാറ്റത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നെങ്കിലും പിണറായി വിജയന്റെ കരുത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനം. ധർമ്മടത്ത് നിന്നും അദ്ദേഹം മൂന്നാം തവണയും ജനവിധി തേടുമെന്ന സൂചനകൾ പിണറായി യുഗം തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. പിണറായി വിജയൻ നയിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രചാരണം ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിക്കില്ലെന്ന് MA ബേബി വ്യക്തമാക്കി. CPIMനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിന് മുൻപേ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രീതിയോ കീഴ്വഴക്കമോ ഇല്ല. LDFൽ മുഖ്യമന്ത്രി പദവി പ്രേമികളില്ല, മറിച്ച് ജനപക്ഷ രാഷ്ട്രീയ പ്രേമികളാണ് ഉള്ളതെന്ന അദ്ദേഹത്തിന്റെ പരാമർശം UDFലെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളെ പരോക്ഷമായി പരിഹസിക്കുന്നതായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തെ ഭരണാനുഭവങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാകും ഇക്കുറി വോട്ട് തേടുക. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച നേട്ടത്തെ കേന്ദ്ര കമ്മിറ്റി പ്രത്യേകം അഭിനന്ദിച്ചു. അതിദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ തെളിവായി CPIM കാണുന്നു. വെല്ലുവിളികൾക്കിടയിലും സാമൂഹിക ക്ഷേമ പെൻഷനുകളും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തിയ സർക്കാർ നയങ്ങൾ പ്രചാരണത്തിൽ മുഖ്യ വിഷയമാകും. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ വന്ന ആഗോള നിലവാരത്തിലുള്ള മാറ്റങ്ങൾ വോട്ടായി മാറുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. ഇന്ത്യൻ ഫെഡറലിസത്തെ തകർക്കാൻ BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ വലിയ തോതിൽ പ്രചാരണത്തിന് ഉപയോഗിക്കും. കേരളത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക വിഹിതം വെട്ടിക്കുറയ്ക്കുന്നതിലൂടെ സംസ്ഥാനത്തൊരു സാമ്പത്തിക യുദ്ധമാണ് കേന്ദ്രം അഴിച്ചുവിട്ടിരിക്കുന്നത്. ഈ സാമ്പത്തിക ഉപരോധം കേരളത്തിന്റെ വികസനത്തെ എങ്ങനെ തടസ്സപ്പെടുത്തുന്നുവെന്ന് ജനങ്ങളോട് വിശദീകരിക്കും. കേന്ദ്രം കൊണ്ടുവരുന്ന ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമായതിനാൽ അവ കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന പ്രഖ്യാപനം തൊഴിലാളി വോട്ടുകൾ ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ്. BJPക്കും RSSനും എതിരെയുള്ള ആശയപരമായ പോരാട്ടത്തിൽ കോൺഗ്രസ് പരാജയമാണെന്ന് CPIM ആരോപിക്കുന്നു. പാർലമെന്റിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായിരുന്നിട്ടും ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് വീഴ്ച വരുത്തുന്നു. കേരളത്തിൽ CPIMനെ തകർക്കാൻ കോൺഗ്രസും BJPയും ഒരു തൂവൽ പക്ഷികളെ പോലെ പ്രവർത്തിക്കുകയാണെന്നും ഇത് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണെന്നും ഇടതുപക്ഷം വാദിക്കുന്നുണ്ട്. കേരളത്തിന് പുറമെ തമിഴ്നാട്, ബംഗാൾ, ആസാം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തി. തമിഴ്നാട്ടിൽ DMK സഖ്യത്തിനൊപ്പം നിന്ന് BJP വിരുദ്ധ തരംഗം നിലനിർത്തുക, ബംഗാളിൽ BJPയെയും തൃണമൂലിനെയും ഒരുപോലെ എതിർക്കാൻ മതനിരപേക്ഷ ശക്തികളുടെ കൂട്ടായ്മ, ആസാമിൽ വർഗീയ വിഭജനത്തിനെതിരെ BJP വിരുദ്ധ പാർട്ടികളുടെ ഏകീകരണം, നേരത്തെ നടപ്പിലാക്കിയ 2 ടേം നിബന്ധനയിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ച് കേന്ദ്ര കമ്മിറ്റിയിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് ബേബി പറഞ്ഞു. എങ്കിലും വിജയം മാത്രം ലക്ഷ്യംവെച്ച് മുന്നോട്ട് പോകുമ്പോൾ പ്രാപ്തരായ നേതാക്കൾക്ക് ചില ഇളവുകൾ നൽകാൻ സാധ്യതയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. പിണറായി വിജയന് PBയിൽ തുടരാൻ പ്രായപരിധി ഇളവ് നൽകിയ മാതൃക ഇവിടെയും ഉണ്ടായേക്കാം. MA ബേബിയുടെ പ്രഖ്യാപനങ്ങളിലൂടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യം വെടിപൊട്ടിച്ചിരിക്കുകയാണ് CPIM. ഭരണവിരുദ്ധ വികാരമില്ലെന്നും വികസന തുടർച്ചയ്ക്കായി ജനങ്ങൾ ഇടതിനൊപ്പം നിൽക്കുമെന്നുമാണ് പാർട്ടി വിശ്വസിക്കുന്നത്. ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെ മുൻനിർത്തി മൂന്നാം തവണയും അധികാരം പിടിക്കാനിറങ്ങുന്ന LDF വരാനിരിക്കുന്ന രാഷ്ട്രീയ യുദ്ധം അതീവ കഠിനമായിരിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. UDFൽ VD സതീശൻ, രമേശ് ചെന്നിത്തല, ശശി തരൂർ തുടങ്ങിയ പലരും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരടുവലികൾ നടത്തുമ്പോൾ LDFൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായ ഐക്യമുണ്ടെന്ന് CPIM വാദിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി തർക്കമില്ലാത്ത ഏക മുന്നണി ഇടതുപക്ഷമാണെന്ന് അവർ അവകാശപ്പെടുന്നു. ഇടതുപക്ഷം ഒരു വ്യക്തിയിലല്ല, മറിച്ച് ജനപക്ഷ രാഷ്ട്രീയത്തിലാണ് വിശ്വസിക്കുന്നതെന്നും MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന രീതി പാർട്ടിക്കില്ലെന്നും തിരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി കൂട്ടായാണ് നേതാവിനെ തീരുമാനിക്കുകയെന്നും അവർ ഓർമ്മിപ്പിക്കുന്നു. മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് വികസന ചർച്ചകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നും CPIM കുറ്റപ്പെടുത്തുന്നു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, ക്ഷേമ പെൻഷൻ തുടങ്ങിയ നേട്ടങ്ങൾ നേരിടാൻ കഴിയാത്തതുകൊണ്ടും പ്രതിപക്ഷം വ്യക്തിഹത്യയ്ക്ക് മുതിരുന്നു എന്നാണ് പാർട്ടിയുടെ നിലപാട്. മുസ്ലിം ലീഗ് CPIMനെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയാണെന്നും മുൻപ് പലപ്പോഴും ഇതേ ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കാൻ ലീഗ് താൽപര്യം കാണിച്ചിട്ടുണ്ടെന്നും CPIM പരിഹസിക്കുന്നു. ചുരുക്കത്തിൽ UDFലെ ആഭ്യന്തര കലഹങ്ങൾ ജനശ്രദ്ധയിൽ നിന്ന് മാറ്റാനുള്ള പുകമറയാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെന്നാണ് CPIM നൽകുന്ന ശക്തമായ മറുപടി.